വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് ടൂൾസിനെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് ആണ്, ഏത് ടൂൾസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കട്ട് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, റോൾ ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, സാധാരണ എല്ലാത്തിനും നമ്മൾ ഏത് പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് പ്ലെയേഴ്സ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളുടെ കയ്യിൽ ഈ 4 ഉള്ളത്. ഈ 4 വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജ്വല്ലറി മേക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഇത്രേൻ്റെ തന്നെ ആവശ്യമില്ല. നിങ്ങളിപ്പം സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ വെറും 2 പ്ലെയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സംഭവവും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പറയാം. ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുക, അതുപോലെ ഇത് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്ലെയറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കട്ടർ പ്ലെയർ. ഇത് പേര് പോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലെയർ ആണ് കേട്ടോ. സംഭവം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ സ്പ്രിങ് ഒക്കെ വരുന്ന ഒരു ഐറ്റമാണ്. നല്ലപോലെ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാൻ നോക്കുമായിരുന്നു. അതായത് നമ്മുടെ സാധാ സിസേഴ്സ്. പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. എൻ്റെ കൈയൊക്കെ നല്ല വേദന എടുത്തിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ബോധവും ഉണ്ടായിരിക്കത്തില്ലല്ലോ. പിന്നീട് ഇതുപോലെ പ്ലെയേഴ്സിനെ കുറിച്ച് മനസ്സിലായതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ടിങ് പ്ലെയേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സംഭവം ഇതുപോലെ ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഐപ്പിൻ കാണിച്ചു തരാം. ഇതുപോലെ ഐപ്പിൻ എടുക്കുക. എല്ലാം സിമ്പിളായിട്ട് നമുക്ക് വെട്ടാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ചെയിൻസ് എന്ത് വേണമെങ്കിലും നമുക്ക് കറക്റ്റ് അളവിന് ഇതുപോലെ എടുത്തിട്ട് വെട്ടിയെടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ യൂസ് വരുന്നത് അതാണ്. പല ഷോപ്പിൽ നിന്നും പല ടൈപ്പിൽ അതുപോലെ പല റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. ചിലയിടത്ത് നിങ്ങൾക്കിത് 100-ന് കിട്ടും, ചിലയിടത്ത് 140 ആയിരിക്കും, ചിലയിടത്ത് 80-ന് കിട്ടും. അപ്പം ഓരോരുത്തരും ഓരോ വിലയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ചില ഐറ്റംസ് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും, കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള വില ഉണ്ടാവും. നെക്സ്റ്റ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ചെയിൻ നോസ് പ്ലെയറിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതാണ് ചെയിൻ നോസ് പ്ലെയർ. ഇതുപോലെയാണ് അതിൻ്റെ ടിപ്പൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇത് സംഭവം അടിപൊളിയാണ്. മൾട്ടി പർപ്പസ് പ്ലെയർ എന്നും ഇത് അറിയപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് യൂസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കിട്ടിയതിന് ശേഷം ഞാൻ സാധാരണ പ്ലെയർ യൂസ് ചെയ്യുന്നത് തന്നെ നിർത്തി. കാരണം ഇത് എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല അടിപൊളി പ്ലെയർ ആണ്. ഇതിനാണ് നമ്മൾ ചെയിൻ നോസ് പ്ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുപോലെ ഉള്ള നമ്മളുടെ ഈ ഒരു ജംപ് റിങ്സ് ഓപ്പൺ ആക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെയിൻ നോസ് പ്ലെയർ എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നീട് മുത്തിട്ടതിന് ശേഷം നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതായത് ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും വയറൊക്കെ, അതായത് ഗോൾഡൻ വയറും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ പിടിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. എല്ലാത്തിനും യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് മൾട്ടി പർപ്പസ് പ്ലെയർ എന്ന് പറയുന്നത്. സംഭവം അടിപൊളിയാണ്. ഇതുപോലെ ഐപിൻസിൻ്റെ അറ്റം നിങ്ങൾക്ക് ഓപ്പൺ ആക്കണമെന്ന് വെക്കുക. ഇത് സാധാരണ ഇത്തിരി പാടാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് അങ്ങ് ഓപ്പൺ ആക്കാം. അതുപോലെ ക്ലോസ് ചെയ്യാനും എളുപ്പമാണ്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് നോസ് പ്ലെയറിനെ കുറിച്ച് പറയാം. ഇതാണ് റൗണ്ട് നോസ് പ്ലെയർ. ഇതിൻ്റെ നോസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ റൗണ്ട് ആയിട്ടിരിക്കും. പേര് പോലെ തന്നെ നമ്മളുടെ വയർ മീൻസ് ഗോൾഡൻ വയർ അതല്ലെങ്കിൽ ഐപ്പിൻ ഹെഡ് പിൻ എല്ലാം റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൗണ്ട് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒരു ഹെഡ് പിൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം നമുക്ക് റൗണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അറ്റം റൗണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്.
ആദ്യം എൻ്റെ കയ്യിൽ ഈ ഐറ്റംസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് നല്ല പാടായിരുന്നു. ഞാൻ സാധാരണ പ്ലെയർ വെച്ചിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ നല്ല ഇച്ചിരി പാടാണ്. ഇത് കയ്യെ കിട്ടിയതിന് ശേഷമാണ് അതെന്തൊരു പാടായിരുന്നു, ഇതായിരുന്നു എളുപ്പം എന്നുള്ളത് മനസ്സിലാവുന്നത്. എനിവേ നിങ്ങൾക്കിത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് പ്ലെയർ. ഇത് നമ്മുടെ സാധാരണ പ്ലെയർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധാരണ പ്ലെയർ. ഇത് വെച്ചിട്ട് കട്ടിങ് ഒഴിച്ച് വേറെ എന്ത് ഐറ്റവും നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് റോൾ ചെയ്യുന്നത് ഇത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതുപോലെ ഉള്ള ഐറ്റംസിന് നമ്മൾ ജംപ് റിങ്സ് ഓപ്പൺ ആക്കുക, ക്ലോസ് ചെയ്യുക, പിന്നീട് നമ്മളുടെ ഹെഡ് പിൻ ഐ പിന്നൊക്കെ റൗണ്ട് ചെയ്യുക, എല്ലാം നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പെർഫെക്ഷൻ അത്ര കാണൂല, പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഈ സംഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ഏകദേശം ഒരുപാട് നാൾ ഈ പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ പ്ലെയർ ആയിരുന്നു, ഇപ്പം ഞാൻ പ്ലെയർ മാറ്റി. പക്ഷേ ഇത് സംഭവം നല്ലതാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു തുടക്കക്കാരാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐറ്റംസ് ആവശ്യം അധികം വരുന്നില്ല. ഈ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. കാരണം ഈ ഒരെണ്ണം വെച്ച് തന്നെ നിങ്ങൾക്ക് റോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം വാങ്ങേണ്ട ആവശ്യമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇത് കട്ട് ചെയ്യാനും ഇത് നിങ്ങൾക്ക് ബാക്കി എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലെയർ. അപ്പോൾ ഈ പ്ലെയേഴ്സ് എല്ലാം അത്ര തന്നെ ഉള്ളൂ. കട്ടിംഗ് പ്ലെയർ, സാധാരണ പ്ലെയർ, റൗണ്ട് നോസ് പ്ലെയർ, പിന്നീട് ഇതുപോലെ ചെയിൻ നോസ് പ്ലെയർ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കയ്യിലുള്ളതും നിങ്ങൾക്ക് വേണ്ടുന്നതും. ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് വെച്ചാൽ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് 200 രൂപയിൽ താഴെ മാത്രമേ ഈ 4 പ്ലെയേഴ്സിനും കൂടെ ആവുന്നുള്ളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 170, 80 ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കും. അപ്പം ഞാൻ താഴെ റേറ്റും കൊടുത്തേക്കാം, കൂടാതെ ഇതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടെയും ഈ ഒരു റേറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം 200 താഴെയുള്ളൂ, 4 പ്ലെയേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫറാണിത്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നീട് ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതൊക്കെ എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. കാരണം ഇത് ഞാൻ ഈ ഒരു കുറച്ച് നാളായതേ ഉള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ എത്ര നാൾ നിൽക്കും, ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടോ, ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എത്ര നാൾ നിൽക്കുമെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ പ്ലെയേഴ്സൊന്നും ഈ ടൈപ്പ് പ്ലെയറൊന്നും ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ പ്ലെയേഴ്സിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഈ ഒരു ഐറ്റം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പ്ലെയർ എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഇയറിങ് ചെയ്യാം, ക്യൂട്ടായിട്ട് ഒരെണ്ണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 ബട്ടർഫ്ലൈ മുത്തുകൾ എടുത്തിട്ടുണ്ട്. അതും പർപ്പിൾ കളറിലെയാണ് കേട്ടോ. പിന്നീട് സെയിം കളറിലെ 2 മുത്തുകൾ ഞാൻ എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. പിന്നീട് ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്, ഐ പിൻ, ഇതുപോലെ ഇയർ വയേഴ്സ്, പിന്നീട് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ ഈ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് കട്ട് ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ കട്ടർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ മുത്താണ് അതിനകത്ത് ഇടുന്നത്. പക്ഷേ അത് ഇടുന്നതിന് മുമ്പ് നമുക്കൊരു സ്വർണ്ണ കളറിലെ മുത്തിട്ട് കൊടുക്കണം. കാരണം നമ്മളുടെ ഈ ഒരു റൗണ്ട് ഹെഡഡ് ബോൾ പിൻസിൽ കൂടെ അത് ഊരി വരാതിരിക്കാനാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുത്തിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നമ്മുടെ ചെയിൻ എടുക്കാം. ഈ ഒരു ഗോൾഡൻ ചെയിൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഇത് കയറ്റാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ പിടിച്ചൊന്ന് ചുറ്റി കൊടുക്കാം. പിന്നെ ഇത് ചുറ്റാൻ ഇവിടെ അറ്റം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് നോസ് പ്ലെയർ എടുത്തിട്ട് ഈ ഒരു ഇതിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഐ പിന്നാണ്. ഐ പിൻ്റെ അറ്റം ഓപ്പൺ ആക്കുക. നമ്മൾ സാധാരണ പ്ലെയർ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം.
അതിന് ശേഷം നമ്മളുടെ ഈ ഒരു ബട്ടർഫ്ലൈ മുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു റൗണ്ട് നോസ് പ്ലെയർ ആണ് എടുക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ അറ്റം പിടിച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അത് അതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇയർ വയർ എടുക്കാം. ഇയർ വയർ നമുക്കൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് സാധാരണ പ്ലെയർ എടുത്ത് നമുക്ക് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് അതിനുള്ളിലോട്ട് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യും. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? ഒരു കൊറിയൻ ടൈപ്പ് ഇയറിംഗ് പോലെയൊക്കെ ഇല്ലേ ഇത്? നിങ്ങൾക്ക് ഏത് കളറിലും ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലെയേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഓരോന്നൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ജോഡിയും കൂടി നമുക്കൊന്ന് ചെയ്തെടുത്തേക്കാം. അങ്ങനെ ഇതുപോലെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്തേക്കുക, ഷെയറും ചെയ്തേക്കുക. ഇനി നമുക്ക് ഒരു ബ്രേസ്ലെറ്റും കൂടെ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നല്ല ബെഡാ മുത്തുകൾ എടുത്തിട്ടുണ്ട്. അത് 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഇത് ഓരോ മുത്തിലും ഇടുന്നുണ്ട്, എന്നിട്ട് കട്ട് ചെയ്യുന്നു, ലൂപ്പ് ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. കട്ടറാണ് നമ്മളിവിടെ എടുക്കുന്നത് കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൗണ്ട് നോസ് പ്ലെയർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. ഇതുപോലെ ഐപ്പിൻ ഇട്ട് കൊടുക്കുന്നു, കട്ട് ചെയ്യുന്നു, ലൂപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 എണ്ണവും നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ അറ്റത്തെ ലൂപ്പ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിനാണ് വേണ്ടുന്നത്, ഗോൾഡൻ ചെയിൻ. ഇതുപോലെ ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റത്തും ഓരോ ചെയിൻസ് വീതം കണക്ട് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മളിത് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൊളുത്തും കൂടെ സെറ്റ് ചെയ്താൽ മതി. അതിന് നമ്മൾ ഇതുപോലെ കൊളുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജംപ് റിങ്സ് എടുക്കാം. നമ്മൾ ഇതുപോലെ ചെയിൻ നോസ് പ്ലെയർ വെച്ച് ഓപ്പണാക്കി അതിനുള്ളിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെയിൻ്റെ അറ്റത്ത് ഈ ഒരു ജംപ് റിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് ഒരു ജംപ് റിങ്സും കൂടെ എടുക്കാം. ഇനി നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇപ്പുറത്തെ അറ്റത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് നോക്കിയിട്ട് ഏത് കണ്ണിയിലാണോ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇടുന്ന ടൈമിൽ കറക്റ്റായിട്ടുള്ളതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സംഭവം ഇതുപോലെ സെറ്റായി സൂപ്പറായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത് അടിപൊളിയല്ലേ. അപ്പം നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആണോ അതോ ഇത് വെച്ച് ചെയ്ത ഇയറിംഗ് ആണോ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയേഴ്സും അതിൻ്റെ യൂസേഴ്സും പ്രൈസും എവിടെ നിന്ന് വാങ്ങാമെന്നുള്ളതും എല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.